നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് വീഡിയോകളായി നമ്മൾ പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ച് തന്നെ ചെയ്യുന്നത്. അത് ചെയ്യേണ്ടി വരികയാണ്. എന്ന് വെച്ചാൽ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ പുതിയ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യേണ്ടി വരികയാണ്. ക്ഷമിക്കുക. അതുപോലെ ഇനി ഈ ആവാസ് പ്ലസ് സർവേ നീട്ടുമോ, ഇനി ഞങ്ങൾക്ക് ഇനി അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ അഥവാ PMAY ആവാസ് പ്ലസ് സർവേ നീട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് മുൻ വീഡിയോകളിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പലരും ഗ്രാമീൺ ആവാസ് യോജനയിൽ വന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജില്ല തിരഞ്ഞെടുത്തതിന് ശേഷം അതിൽ ഞങ്ങളുടെ ബ്ലോക്ക് കാണാനില്ല എന്നാണ് പറയുന്നത്. നഗരപ്രദേശത്ത് താമസിക്കുന്നവർ PMAY അർബനിലാണ് അപേക്ഷിക്കേണ്ടത്. ഇത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കുള്ള പദ്ധതിയാണ് PMAY. PMAY അർബൻ്റെ വീഡിയോ ചാനലിലുണ്ട്. അത് പോയി കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാകും. ആ വീഡിയോയിൽ കേന്ദ്ര വിഹിതത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ സംസ്ഥാന വിഹിതം കൂടി ലഭിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ ജോബ് കാർഡ് നമ്പർ ഇല്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ജോബ് കാർഡ് ഇല്ലാത്തവർ കുടുംബത്തിൽ ആർക്കാണോ ജോബ് കാർഡ് ഉള്ളത് അവരുടെ പേരിൽ അപേക്ഷിച്ചാൽ മതി. ഇനി ആർക്കും ജോബ് കാർഡ് ഇല്ലെങ്കിൽ ഉടനെ പഞ്ചായത്തിൽ പോയി കുടുംബത്തിൽ ഒരാളെങ്കിലും ജോബ് കാർഡ് എടുക്കുക. ഇനി ജോബ് കാർഡ് നമ്പർ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ജോബ് കാർഡ് നമ്പർ കണ്ടുപിടിക്കാനുള്ള അത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചാനലിൽ പോയി കാണാവുന്നതാണ്. ഓക്കെ. പിന്നെ പക്കാ വീട്, കച്ചാ വീട്, ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പുള്ള മെറ്റീരിയൽസ് കൊണ്ട്, അതായത് ഇരുമ്പ്, കോൺക്രീറ്റ്, ഇഷ്ടിക തുടങ്ങിയ ഉറപ്പുള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടിനെയാണ് പക്കാ വീട് എന്ന് പറയുന്നത്. അതുപോലെ നല്ല വീട് പണിയാൻ പണമില്ലാത്തതിനാൽ താൽക്കാലികമായി ഉറപ്പില്ലാത്ത വസ്തുക്കൾ കൊണ്ട് പണിതിട്ടുള്ള വീടുകളെയും കുടിലുകളെയും ഒക്കെയാണ് കച്ചാ വീടുകൾ എന്ന് പറയുന്നത്. ഓക്കെ. വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ലൈഫിൽ ഉൾപ്പെട്ടുള്ളവർ വീണ്ടും PMAYയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. ഇതുവരെ PMAYയിലും ലൈഫിലും ഉൾപ്പെട്ടിട്ടില്ലാത്തവർ മാത്രം അപേക്ഷിച്ചാൽ മതി. വെറുതെ അതിലും ഇതിലും അപേക്ഷിച്ചിട്ട് അവസാനം ഏതുമില്ലാത്ത അവസ്ഥയുണ്ടാകരുത് എന്നതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഓക്കെ. ഇനി ആവാസ് പ്ലസ് സർവേയുടെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ച വാക്കുകൾ വായിക്കാം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട്. കേൾക്കുക. I recently met Union Minister Sri Shivraj Singh Chauhan ji in Delhi and requested the extension of the self-survey option on the PM Awas Plus 2024 mobile app for homeless families in Kerala to ensure that no eligible beneficiary is left behind. The Modi government's housing scheme for the poor has already faced delays, discrimination and political favoritism by the Pinarayi government in Kerala, leaving many genuine beneficiaries sidelined. I brought these issues to the minister's attention and urged immediate steps to restore transparency and fairness. I am glad to share that the self-survey window under Awas Plus 2024 has been extended until June 6. അങ്ങനെ തുടങ്ങുന്നു. മലയാളം പറയാം. അടുത്തിടെ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻജിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ആവാസ് പ്ലസ് മൊബൈൽ ആപ്പ് വഴിയുള്ള സ്വയം സർവേയുടെ സമയപരിധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അർഹരായ ഒരു ഗുണഭോക്താവ് പോലും അവഗണിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നീതിയും സുതാര്യതയും ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ കേരളത്തിലെ നടത്തിപ്പ് തുടക്കം മുതൽ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത്. രാഷ്ട്രീയ പരിഗണനയും സ്വജനപക്ഷപാതിത്വവും മുൻനിർത്തി
അനർഹരെ ഉൾപ്പെടുത്തുകയും അർഹരായവരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ആപ്പ് ഉപയോഗപ്പെടുത്തി സ്വയം സർവേക്കുള്ള അവസരം ഒരുക്കിയത്. എൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് സ്വയം സർവേക്കുള്ള സമയപരിധി ജൂൺ 6 വരെ നീട്ടിയ വിവരം പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും വീട് ഉറപ്പാക്കുന്നതിനുള്ള ഈ നിർണായക നടപടിക്ക് ശിവരാജ് സിംഗ് ചൗഹാൻജിക്ക് ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും സുരക്ഷിതത്വത്തോടെ തലചായ്ക്കാനൊരു വീട്. വികസിത കേരളത്തിലേക്കുള്ള മികച്ചൊരു തുടക്കമാവട്ടെ ഇത്. അപ്പോൾ പറഞ്ഞു വന്നത് ജൂൺ 6 വരെ നീട്ടിയിട്ടുണ്ട്. അത്രയും സമയം കൂടി നീട്ടിക്കിട്ടിയിട്ടുണ്ട് എന്നതുകൊണ്ട് സമയം തീർന്നോ ഇനി നീട്ടിക്കിട്ടുമോ എന്ന് ചോദിക്കാനുള്ള അവസരം ഇനി ഉണ്ടാകരുത്. അപേക്ഷിക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. അനർഹർ കടന്നുകൂടാതിരിക്കാനും അർഹരായ ആരും ഒഴിവാക്കപ്പെടാതിരിക്കാനുമാണ് ആവാസ് പ്ലസ് സർവേ കൊണ്ടുവന്നത്. അവരവർക്ക് സ്വന്തമായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള സംവിധാനം ലൈഫ് മിഷനാണ്. അതിലേക്ക് ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് അല്ല. ഇവിടുത്തെ ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും ലൈഫിലേക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതിൽ ഉൾപ്പെട്ട ആളുകളെ കേന്ദ്ര വിഹിതം കിട്ടാൻ വേണ്ടി PMAവയിലേക്ക് അസിസ്റ്റഡ് സർവേ ചെയ്യുന്നു. അപ്പോൾ അതിൽ സ്വജനപക്ഷപാതം കടന്നു വരാൻ സാധ്യതയുണ്ട്. സെൽഫ് സർവേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അസിസ്റ്റഡ് സർവേ മാത്രമാകും. അപ്പോൾ പിന്നെ ലൈഫിൻ്റെ ലിസ്റ്റിലുള്ളവരെ മാത്രമായിരിക്കും DEOമാർ സർവേ ചെയ്യുക. പിന്നെ നമുക്ക് മുന്നിലുള്ള ഒരു മാർഗം ലൈഫിലേക്ക് അപേക്ഷിക്കുക എന്നത് മാത്രമാണ്. ഇതുവരെയും ലൈഫിൽ പരിഗണിക്കപ്പെടാതെ പോയവരാണ് ഇപ്പോൾ സെൽഫ് സർവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി LDF ഉയർത്തുന്ന ചില വാദങ്ങളുണ്ട്. അതിലും ചില കാര്യങ്ങളുമുണ്ട്. കേന്ദ്രം 72,000 രൂപ മാത്രമാണ് വിഹിതമായി തരുന്നത്. ഇവിടെ 4 ലക്ഷമാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ഇവിടുത്തെ സർക്കാരും ത്രിതല പഞ്ചായത്തുകളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നാണ് എന്നാണ്. സത്യമാണ്. അതിനുള്ള ഉത്തരം ഈ പദ്ധതി ഒരു സംസ്ഥാനത്തിന് മാത്രമായി അവതരിപ്പിച്ചിട്ടുള്ളതല്ല എന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരു വീട് പണിയാൻ വലിയ സംഖ്യ ആവശ്യമാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ അത് കുറവാണ് എന്ന് മാത്രമല്ല, അവർ 1-2 റൂമുകളുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും ചേർത്ത് 1,20,000 രൂപയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ കൊടുക്കുന്നത്. അതിൽ കേന്ദ്ര വിഹിതമാണ് 72,000 രൂപ. അവിടെ അത് മതി, ഇവിടെ അത് പോരാ. അത് സത്യം തന്നെയാണ്. അത് ഒരു വിഷയം തന്നെയാണ്. പറഞ്ഞ പോലെ അർഹതപ്പെട്ട ആരും പരിഗണിക്കപ്പെടാതെ പോകരുത്. ആരും ഒഴിവാക്കപ്പെടരുത്. എല്ലാവരും അപേക്ഷിക്കുക. അർഹരായ എല്ലാവർക്കും വീട് ലഭിക്കട്ടെ. അപ്പോൾ ആരും ഈ അവസരം പാഴാക്കരുത്. ജൂൺ 6 വരെ സമയമുണ്ട്. അതിനുള്ളിൽ ജോബ് കാർഡ് ഇല്ലാത്തവർ ജോബ് കാർഡ് എടുത്തുകൊണ്ട് അപേക്ഷിക്കുക. അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാൻ കാരണം, ഇനിയൊരു അവസരം ചിലപ്പോൾ അടുത്ത് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ നമുക്ക് ആകെയുള്ളത് ലൈഫ് എന്നൊരു ആശ്രയമാണ്. അതുകൊണ്ട് ഇനി ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഇനി അപേക്ഷിക്കാനുള്ള ഒരു അവസരം ഇതുപോലെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഓക്കെ, വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.